തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. ആചാര അനുഷ്ഠാനങ്ങളാൽ വിഖ്യാതമായ ക്ഷേത്രം കൂടിയാണ് തൃച്ചംബരം. കംസവധശേഷമുള്ള ഭഗവാന്റെ ഭാവമാണ് ഇവിടുത്തെ കണ്ണൻ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ബലരാമകൃഷ്ണന്മാരുടെ ലീലകളാൽ മനോഹരമാണ് ക്ഷേത്രോത്സവവും. കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിലുള്ള ശ്രീകൃഷ്ണ പ്രതിഷ്ഠയാണ് കണ്ണൂർ തളിപ്പറമ്പിലെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ. കംസവധം കഴിഞ്ഞതിന് ശേഷം വിശന്നു വലഞ്ഞെത്തിയ കൃഷ്ണന് അമ്മ പഴഞ്ചോറ് നൽകിയതിന്റെ സങ്കല്പത്തിൽ ക്ഷേത്രത്തിൽ നട തുറന്നുടനെ വെള്ളം നിവേദിക്കും. നൈവേദ്യത്തിന് ശേഷമാണ് അഭിഷേകം. കംസൻ കൃഷ്ണനെ വധിക്കാൻ അയച്ച കുവലയപീഠം എന്ന ആനയെ നിഗ്രഹിച്ചതിനു ശേഷമുള്ള രൗദ്രഭാവമാകിയാൽ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആന നിഷിദ്ധമാണ്. രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനാണ് പ്രതിഷ്ഠയെങ്കിലും ക്ഷേത്രത്തിലെ ബലിബിംബം ഉണ്ണിക്കണ്ണന്റേതാണ്. വിശ്വമംഗലം സ്വാമിമാർ പൂജിച്ചിരുന്നതാണിതെന്നാണ് ഐതിഹ്യം. കാമ്രത്തില്ലത്തുകാരാണ് തന്ത്രിമാർ. കുംഭം 22 മുതൽ മീനം 6 വരെ ക്ഷേത്രത്തിലും സമീപത്തുള്ള ദേശീയപാതയിലെ പൂക്കോത്തുനടയിലും നടക്കുന്ന തൃച്ചംബരം ഉത്സവം പ്രസിദ്ധമാണ്. കൊടിയേറ്റിനു ശേഷം തൃച്ചംബരത്ത് നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ബലഭദ്രന്റെ തിടമ്പ് കുംഭം 22 രാത്രി 1 മണിയോടെയാണ് തൃച്ചംബരത്തേക്ക് എഴുന്നള്ളിച്ചെത്തുക. ഇതോടെ ആനന്ദോത്സവത്തിന് തുടക്കമായി. തുടർന്ന് മീനം 2 വരെ പൂക്കോത്തുനടയിൽ തിരുനൃത്തവും നടക്കും. ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രനും ശ്രീകൃഷ്ണനും പുലർച്ചെ പൂക്കോത്തുനടയിൽ ആനന്ദ നൃത്തമാടുന്നത് ദർശിക്കുവാനും കൂടെ ഓടുവാനും ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. മീനം 6-ന് കൂടുപിരിയൽ ചടങ്ങോടെ ഉത്സവം അവസാനിപ്പിക്കുകയും ചെയ്യും.